നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹഠയോഗയുടെ 5ാമത്തെ സെഷനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇരുന്നിട്ടാണ് ഇതിൻ്റെ ലൂസനിങ് എക്സർസൈസ് അഥവാ സൂക്ഷ്മ വ്യായാമങ്ങൾ ചെയ്യുന്നത്. മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ നിന്നിട്ടുള്ള സൂക്ഷ്മ വ്യായാമങ്ങളായിരുന്നു ചെയ്തിട്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇരുന്നിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിറ്റിംഗ് പൊസിഷനിലിരിക്കാം. അപ്പോൾ ഞാനിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതുപോലെ നമ്മൾ താഴെ ഇരിക്കുന്ന ആ ഒരു സിറ്റിംഗ് പൊസിഷനാണ്. കൈപ്പത്തികൾ നെഞ്ചിന് മധ്യത്തിലേക്ക് കൊണ്ടുവരിക, കൈകൂപ്പി കണ്ണുകളടച്ച് മനസ്സിൽ പ്രാർത്ഥിക്കുക. പതിയെ കൈകൾ ഒന്ന് റബ്ബ് ചെയ്യുക. ആ ചൂട് അടഞ്ഞിരിക്കുന്ന കണ്ണിന് മുകളിലേക്ക് കൊടുക്കുക. പതിയെ കണ്ണുകൾ കൈവിളലൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യുക. മുഖത്തൊന്ന് സ്പ്രെഡ് ചെയ്യുക. കൈകൾ മുട്ടുമ്മേലേക്ക് വയ്ക്കുക. നടുവ് നിവർന്നിരിക്കണം. നോട്ടം നേരെ ഇരിക്കണം. ശ്വാസം എടുത്ത് തല നേരെ മുകളിലേക്ക് ഉയർത്തുക. നോട്ടം നേരെ മുകളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തുക. താടി നെഞ്ചിലേക്ക് ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. വീണ്ടും ശ്വാസം എടുത്ത് തല ഉയർത്തി. നോട്ടം നേരെ മുകളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തുക. താടി നെഞ്ചിലേക്ക് കൊണ്ടുവരുന്നു. ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഒന്നുകൂടി ശ്വാസം എടുത്ത് തല ഉയർത്തി. നോട്ടം നേരെ മുകളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം തല താഴ്ത്തുക. താടി നെഞ്ചിലേക്ക് ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. ശ്വാസം എടുത്ത് നോട്ടം നേരെ തല നേരെ കൊണ്ടുവരിക. ശ്വാസം വിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തല ഇതുപോലെ തിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് തല നേരെ കൊണ്ടുവരുന്നു. ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് തല തിരിക്കുന്നു. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ലെഫ്റ്റ്. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ്. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ്. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ്. ശ്വാസം എടുത്തുകൊണ്ട് തല നേരെ കൊണ്ടുവരിക. മധ്യഭാഗത്ത് കൊണ്ടുവരുന്നു. ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തല ഒന്ന് ചരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്ന് ശ്വാസം വിട്ടുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് തല ഒന്ന് ചരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരുന്നു. ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ്. ശ്വാസം എടുത്ത് നേരെ കൊണ്ടുവരിക. ശ്വാസം വിട്ട് റൈറ്റ് സൈഡിലേക്ക് തല കൊണ്ടുവരുന്നു. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ട് റൈറ്റ്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തല ഒന്ന് ചരിക്കുക. പതിയെ തല ഉയർത്തി ശ്വാസം എടുത്തൊരു അർദ്ധചക്ര ഹാഫ് സർക്കിൾ വരയ്ക്കുക. ശ്വാസം വിട്ട് തല താഴ്ത്തി അടുത്തൊരു ഹാഫ് സർക്കിൾ വരയ്ക്കുക. വീണ്ടും ശ്വാസം എടുത്ത് തല ഉയർത്തി ഒരു ഹാഫ് സർക്കിള്. ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തുന്നു, ഒരു ഹാഫ് സർക്കിള്. വീണ്ടും ശ്വാസം എടുത്ത് തല ഉയർത്തി ഒരു അർദ്ധചക്രം വരയ്ക്കുന്നു. ശ്വാസം വിട്ട് ഹാഫ് സർക്കിൾ വരയ്ക്കുന്നു. തല താഴ്ത്തിക്കൊണ്ടുവന്ന് നമ്മുടെ ഇടത് ഷോൾഡറിന് നേരെ കൊണ്ടുവന്നിട്ട് ശ്വാസം എടുത്ത് തല മധ്യഭാഗത്തേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെയ്യുന്നു. ശ്വാസം വിട്ടുകൊണ്ട് വലത് വശത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് തല ഒന്ന് ചരിക്കുക. ശ്വാസം എടുത്ത് തല ഉയർത്തി ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുന്നു. ശ്വാസം വിട്ട് തല താഴ്ത്തി അടുത്ത ഹാഫ് സർക്കിൾ വരയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് തല ഉയർത്തി ഹാഫ് സർക്കിൾ വരയ്ക്കുക. ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തുന്നു, ഹാഫ് സർക്കിൾ വരയ്ക്കുന്നു. വീണ്ടും ശ്വാസം എടുത്ത് തല ഉയർത്തി ഒരു ഹാഫ് സർക്കിള്. ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തുന്നു, ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുന്നു. തല വലതുവശത്തേക്ക് കൊണ്ടുവരിക. ശ്വാസം എടുത്ത് തല മധ്യഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. റിലാക്സ് ചെയ്യുന്നു. നമ്മൾ കൈപ്പത്തികൾ പതിയെ ഷോൾഡറിലേക്ക് വയ്ക്കുക. ശ്വാസം എടുത്ത് എൽബോസ് ഇതുപോലെ ഉയർത്തുക. ശ്വാസം വിട്ട് 1. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 2. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 3. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 4. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെയ്യുക. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 1. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 2. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 3. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 4. റിലാക്സ് ചെയ്യും. കൈകൾ നീട്ടിപ്പിടിക്കുക. കൈവെള്ളം മുകളിലേക്ക് ഫേസ് ചെയ്യണം. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് എൽബോസ് മടക്കുന്നു. ഷോൾഡറിലേക്ക് ഒന്ന് ടച്ച് ചെയ്യുക. ശ്വാസം എടുത്ത്
കൈ നിവർത്തുക, ശ്വാസം വിട്ട് 2, ശ്വാസമെടുത്ത് ശ്വാസം വിട്ട് 3, ശ്വാസമെടുത്ത് ശ്വാസം വിട്ട് 4. പതിയെ കൈകൾ താഴെ വയ്ക്കുക, റിലാക്സ് ചെയ്യുക. ഓക്കെ, ദെൻ കൈകൾ ഇതുപോലെ നീട്ടിപ്പിടിക്കുക. ശ്വാസമെടുത്ത് കൈപ്പത്തി ഇതുപോലെ ഒന്ന് മുകളിലേക്ക്, വിരലുകൾ മുകളിലേക്കാക്കി പിടിക്കുന്നു. ശ്വാസം വിട്ട് ഇതുപോലെ വലത് വശത്തൂടെ ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. 1, ശ്വാസമെടുത്ത് 2, 3 and 4. ഓപ്പോസിറ്റ് വേ. ശ്വാസമെടുത്ത് ശ്വാസം വിട്ട് 1, 2, 3 and 4. റിലാക്സ്. ഓക്കെ, റെസ്റ്റ് ചെയ്യും. ഇനി വീണ്ടും നമ്മൾ കൈകൾ നിവർത്തി പിടിക്കുക. ശ്വാസം എടുത്ത് വിരലുകൾ മാക്സിമം സ്ട്രെച്ച് ഔട്ട് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് മുഷ്ടി ചുരുട്ടി പിടിക്കുക. 1, ശ്വാസം എടുത്ത് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം വിട്ട് 2, ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 3. പതിയെ കൈ താഴെ വയ്ക്കുക, റിലാക്സ് ചെയ്യുക. ഓക്കെ, ഇനി ശ്വാസം എടുത്ത് കൈകൾ വശങ്ങളിലേക്ക് സ്ട്രെച്ച് ചെയ്യുന്നു. ശ്വാസം വിട്ട് വലത് കൈ ബട്ടക്സിന് പുറകിലായിട്ട് യോഗ മാറ്റിൻ്റെ മധ്യഭാഗത്ത് തറയിൽ കൈപ്പത്തി വയ്ക്കുന്നു. ഇടത് കൈപ്പത്തി മുട്ടുമേലേക്ക് വെക്കുന്നു. മാക്സിമം ബോഡി ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക, നേരെ പുറകിലേക്ക് നോക്കുക. ശ്വാസം എടുത്ത് നേരെ വരിക. ശ്വാസം വിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് അതുപോലെ തന്നെ കൈപ്പത്തി പുറകിൽ താഴെയാണ് വെച്ചിരിക്കുന്നത്. നല്ലപോലെ ട്വിസ്റ്റ് ചെയ്യുക. ശ്വാസം എടുത്ത് നേരെ വരുന്നു. ശ്വാസം വിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക്. ശ്വാസം എടുത്ത് നേരെ വരിക. ശ്വാസം വിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക്. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ഓപ്പോസിറ്റ്. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ഓപ്പോസിറ്റ്. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് റിലാക്സ് ചെയ്യും. ഓക്കെ, ഇനി കാലുകൾ രണ്ടും ഒന്ന് നിവർത്തി വയ്ക്കുക, നീട്ടി വയ്ക്കുക. ഓക്കെ, എന്നിട്ട് കാലുകൾ ഇതുപോലെ ഒന്ന് മൂവ് ചെയ്യുക. ഉള്ളിലേക്കും പുറത്തേക്കും പതിയെ പതിയെ സാവധാനം ഇതുപോലെ ഒന്ന് മൂവ് ചെയ്യുക. ഇനി പതിയെ ഒന്ന് ഷെയ്ക്ക് ചെയ്യുക. ഇതേപോലെ ഒന്ന് കാലുകളൊന്ന് കൊടയുക. ഓക്കെ, ഇനി നട്ടൽ നിവർത്തി വെച്ച് നിവർന്നിരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് വലത് കാലിൻ്റെ മുട്ടൊന്ന് മടക്കി നെഞ്ചിലേക്ക് വലിച്ചങ്ങോട്ട് അടുപ്പിക്കുക. ശ്വാസം എടുത്ത് കാല് നിവർത്തി വയ്ക്കുക. ശ്വാസം വിട്ട് ഓപ്പോസിറ്റ്. ഇടത് കാല് മടക്കുന്നു, നെഞ്ചിലേക്ക് വലിച്ചടിപ്പിക്കുന്നു. ശ്വാസം എടുത്ത് കാല് നിവർത്തുന്നു. ശ്വാസം വിട്ട് വലത് വലിച്ച് നെഞ്ചിലേക്ക് അടുപ്പിക്കുക. ശ്വാസം എടുത്ത് കാല് നിവർത്തുക. ശ്വാസം വിട്ട് ഇടത് കാലിൻ്റെ മുട്ട് നെഞ്ചിലേക്ക് വലിച്ചടിപ്പിക്കുന്നു. ശ്വാസം എടുത്ത് കാല് നിവർത്തുന്നു. ശ്വാസം വിട്ട് വലത് കാലിൻ്റെ മുട്ട് നെഞ്ചിലേക്ക് വലിച്ചടിപ്പിക്കുക. ശ്വാസം എടുത്ത് ദെൻ ശ്വാസം വിട്ട് ഓപ്പോസിറ്റ്. ശ്വാസം എടുത്ത് കാല് നിവർത്തുക. ശ്വാസം വിട്ട് കൈകൾ പുറകിലേക്ക് വെക്കുന്നു. ശ്വാസം എടുത്ത് കാൽപ്പത്തികൾ മാക്സിമം പുറകിലേക്ക് ഇതുപോലെ വലിച്ചു പിടിക്കുന്നു. ശ്വാസം വിട്ട് കാൽപ്പത്തികൾ മുന്നിലേക്ക് ഇതുപോലെ പോയിന്റ് ചെയ്ത് പിടിക്കുന്നു. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട്. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട്. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട്. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട്. റിലാക്സ് ചെയ്യുക. കാലിലെ വിരലുകൾ മാത്രം ശ്വാസം എടുത്ത് പുറകിലേക്ക്, ശ്വാസം വിട്ട് മുന്നിലേക്ക്. കാലിലെ വിരലുകൾ ഇതുപോലെ ഒന്ന് ചുരുട്ടി പിടിക്കുക. ശ്വാസം എടുത്ത് വീണ്ടും 2, ശ്വാസം വിട്ട് മുന്നിലേക്ക്. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 3, ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 4, ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 5. ഇനി ശ്വാസം എടുത്ത് കാൽപ്പത്തികൾ പുറകിലേക്കൊന്ന് വലിച്ചു പിടിക്കുക. ശ്വാസം വിട്ട് കാലുകൾ മുന്നിലേക്കൊന്ന് പോയിന്റ് ചെയ്ത് പിടിക്കുക. നിങ്ങളുടെ വലതുവശത്തുകൂടെ ശ്വാസം എടുത്ത് കാൽപ്പത്തികൾ കൊണ്ടൊരു ഹാഫ് സർക്കിൾ വരയ്ക്കുന്നു. ശ്വാസം വിട്ട് കാല് പോയിന്റ് ചെയ്ത് അടുത്ത ഹാഫ് സർക്കിൾ. 1, 2, then 3. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുക. 1, 2, 3. റിലാക്സ് ചെയ്യുക. ഓക്കെ, ഇനി വലത് കാലൊന്ന് മടക്കുക. ഇടത് കൈപ്പത്തി വലത് കാൽപ്പത്തിയുടെ മധ്യഭാഗത്ത് കൊണ്ടുവരുന്നു. വലത് കൈ
വലത് കാലിൻ്റെ മുട്ടിന്മേൽ വയ്ക്കുന്നു. ഇതുപോലെ കാല് ഉയർത്തിയെടുക്കുന്നു. ഓക്കെ, നമ്മുടെ ഈ ഒരു മുട്ട് തൊട്ട് ഈ മുട്ടിൻ്റെ ഇവിടെ നിന്ന് ബെൻഡ് ചെയ്തിട്ട് മുട്ട് തൊട്ട് ആംഗിൾ ഒരു ഒറ്റ ലൈൻ ഇങ്ങനെ പിടിക്കരുത്. ഉയർത്തി പിടിച്ചിട്ട് 1 2 സാധാരണ ശ്വാസം 3 4 5 6 7 8 9 10 റിലാക്സ് ചെയ്യുക. 10 തവണ മതിയേ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നു. ഇടത് കാലം മടക്കുക, വലത് കൈപ്പത്തി കൊണ്ട് ഇടത് കാൽപ്പത്തി താഴെ പിടിക്കുന്നു, കാലം നിവർത്തുക. 1 2 3 4 5 6 7 8 9 and 10 റിലാക്സ് ചെയ്യും. നിവർന്നിരിക്കുക. ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തി. ശ്വാസം വിട്ടുകൊണ്ട് നമ്മുടെ ഇടത് കൈപ്പത്തി ഇടത് ബട്ടക്സ് നേരെ പതിക്കുക. ഓക്കെ, ഓർക്കുക നമ്മുടെ ബട്ടക്സും കൈപ്പത്തിയും ഒരേ ലൈനിൽ വരണം. സാധാരണ എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഈ കൈപ്പത്തി നേരെ പുറയിലേക്ക് കൊണ്ടുവരും. ഒരല്പം പുറയിലായിട്ട് കൊണ്ടുപോയിട്ട് ഇതുപോലെ എൽബോയിനെ മടക്കും. അപ്പോൾ ഒരു അലൈൻമെൻറ്റിൽ തെറ്റ് വരും. ഓക്കെ, അപ്പോഴും ബട്ടക്സും കൈപ്പത്തി ഒരേ ലൈനായിരിക്കണം. എൽബോ ഇതുപോലെ തറയിൽ വയ്ക്കുന്നു. നമ്മുടെ വലത് കൈ നേരെ തലയുടെ മുകളിലൂടെ ഉയർത്തി എൽബോ സ്ട്രെച്ച് പിടിക്കുക. ബട്ടക്സ് താഴെ ഉണ്ടായിരിക്കണം. നോട്ടം മുകളിലേക്ക് സ്റ്റേ ചെയ്യുക. 1 2 3 4 5 6 7 8 9 and 10. ശ്വാസം എടുത്ത് നിവർന്ന് കൈകൾ ഉയർത്തുന്നു. ശ്വാസം വിട്ട് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ കൊണ്ടുവരിക. ഫസ്റ്റ് നമ്മൾ കൈപ്പത്തി വയ്ക്കുന്നു. ദെൻ എൽബോയിനെ തറയിലേക്ക് വെക്കാൻ പറ്റുമെങ്കിൽ വയ്ക്കുക. നമുക്ക് ഇത്രയും പറ്റുള്ളൂ, ഇത്രയും മതി, ഒത്തിരി പുഷ് ചെയ്യണ്ട. ദെൻ ഇടത് കൈ തലയുടെ മുകളിലൂടെ നോട്ട് നേരെ മുകളിലേക്ക്. സാധാരണ ശ്വാസം അപ്പർ ആംസ് നമ്മുടെ ചെവിയോട് ചേർന്നിരിക്കുന്നത്, ഇങ്ങനെ വെക്കരുത്, ചെവിയോട് ചേർന്നിരിക്കണം. നോട്ട് മുകളിലേക്ക്. 1 2 3 4 5 6 7 8 9 and 10. ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തി നട്ടൽ നിവർത്തി ശ്വാസം വിട്ട് റിലാക്സ് ചെയ്യുക. കൈകൾ താഴ്ത്തുന്നു, റിലാക്സ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇത് ചെയ്യാൻ പോകുന്ന പോസ്റ്റർ സരൾ മരീചാസനം എന്ന് പറയുന്ന ഒരു സിമ്പിളായിട്ടൊരു പോസ്റ്ററാണ്. നിങ്ങളൊരു പക്ഷേ മരീചാസനം എന്ന് പറയുന്ന ഒരു പോസ്റ്റർ നിങ്ങൾക്കറിയാൻ പറ്റും. നമ്മളിതുപോലെ ഇടത് കാലൊന്ന് മടക്കുന്നു. ഈ ഇടത് കാലിൻ്റെ ഹീല് നമ്മുടെ ബട്ടക്സിൻ്റെ ഒരു അല്പം പുറത്തേക്ക് ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവരുന്നു. നമ്മളിങ്ങനെ കൈ ഇങ്ങനെ മുന്നിലേക്കിട്ട് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് മരീചാസനം എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റർ. ഇതിനൊരു ബേസിക് ഉണ്ട്. നമ്മളെപ്പോഴും ബേസ് തൊട്ടാണ് ഞാൻ എല്ലാവരെയും പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ബേസിക് ഇത്രയേ ഉള്ളൂ. ഈ കാലൊന്ന് മടക്കി വയ്ക്കുക. അതായത് കാലൊന്ന് മടക്കി വയ്ക്കുന്നു. ആ സെയിം ഗ്യാപ്പ് മീൻസ് ഇങ്ങനെ മടക്കി കൊണ്ടുപോയാൽ എന്തുമാത്രം ഗ്യാപ്പുണ്ടോ ആ ഗ്യാപ്പ് ഹീലിനും മുട്ടിനും ഇടയിൽ, ഇതെൻ്റെ ഇടത് കാലാണ്, ഇടത് കാലിൻ്റെ ഹീലിനും വലത് കാലിൻ്റെ മുട്ടിനും ഇടയിൽ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. കാലിൻ്റെ പത്തി ഫ്ലെക്സ് പിടിക്കുക. ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തി നിവർത്തി നോട്ടം നേരെയിരിക്കണം. ശ്വാസം വിട്ട് മുന്നിലേക്ക് ബെൻഡ് ചെയ്യുക. കാലിൻ്റെ പത്തിയിലേക്ക് പിടിക്കുന്നു. നമ്മുടെ ഈ മുട്ട് പുറത്തേക്ക് ഇതുപോലെ പോകരുത്. മുട്ട് ഇതുപോലെ ഉള്ളിലേക്ക് വെക്കണം. ഓക്കെ, കാലിൻ്റെ പത്തിയിലേക്ക് പിടിക്കുക. മാക്സിമം താഴുക, സ്റ്റേ ചെയ്യുക. സാധാരണ ശ്വാസം നിങ്ങളെ കൊണ്ട് ഇത്രയും താഴാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ ഇത്രയും പറ്റുള്ളൂ, അത്രയും മതി. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു തുണിക്കഷ്ണം ഇട്ട് അല്ലെങ്കിൽ ഒരു യോഗ സ്ട്രാപ്പ് ഇട്ട് ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് മുന്നിലേക്ക് ബെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഈ ഇടത് ബട്ടക്സ് തറയിൽ നിന്ന് ഇങ്ങനെ പൊക്കരുത്. അങ്ങനെ പൊക്കിയതുകൊണ്ട് അതുകൊണ്ട് പ്രയോജനമില്ല. ഇടത് ബട്ടക്സ് തറയിലുണ്ടായിരിക്കണം. ഈ മുട്ട് പുറത്തേക്ക് പോകരുത്, മുട്ട് ഉള്ളിലേക്ക് ഇരിക്കണം. നമുക്ക് ഇത്രയും പറ്റുള്ളൂ, ഇത്രയും വന്നാൽ മതി. കാലിൻ്റെ വിരലിലേക്ക് നോക്കുക. സാധാരണ ശ്വാസം 1 2 3 4 5 6 7 8 9 and 10. ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തി
ശ്വാസം വിട്ട് നേരെ കൈപ്പത്തികൾ പുറകിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് കാലിലെ പത്തി ഒന്ന് പോയിന്റ് ചെയ്ത് പിടിക്കുക. ചെസ്റ്റ് ഒന്ന് മുന്നിലേക്ക് പുഷ് ചെയ്യുക. ശ്വാസം എടുത്ത് കൈപ്പത്തികൾ പുറകിലാണ് ഇരിക്കുന്നത്. ഇതുപോലെ സൈഡിൽ നിന്ന് കാണിച്ചാൽ അതൊക്കെ ഇച്ചിരി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഞാനിങ്ങനെ കൈ ഇങ്ങനെ പുറകിലേക്ക് വെച്ചിരിക്കുന്നത്, എൻ്റെ വിരലുകൾ പുറകിലേക്കാണ് ഇരിക്കുന്നത്, അല്ല ബട്ടക്സിലോട്ടല്ല പോയിന്റ് പിടിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന രീതിയുമുണ്ട്, പക്ഷേ ഇപ്പോഴും നമ്മൾ ഏറ്റവും ബേസ് ആയിട്ടാണ് ചെയ്യുന്നത്. കാലിലെ പത്തി ഒന്ന് കൂർപ്പിച്ച് പിടിക്കുന്നു. ശ്വാസം എടുത്ത് ചെസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുക. ശ്വാസം വിട്ട് ഇതുപോലെ ഒന്ന് ഹിപ്പ് ഒന്ന് ഉയർത്തി നോട്ടം മുകളിലേക്ക്. സാധാരണ ശ്വാസോച്ഛ്വാസം. 1 2 3 4 5 6 7 8 9 and 10. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം ഇരിക്കുക. ഓക്കെ. ഇനി ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തി നട്ടല് നിവർത്തി ശ്വാസം വിട്ട് കൈ നേരെ മുട്ടിനുള്ളിലേക്ക്, ഇതേപോലെ മുട്ടിന് ഉള്ളിലേക്ക്, ആ ലെഫ്റ്റ് സൈഡ് തന്നെയാണ് കേട്ടോ, വലത് കാലല്ല, ലെഫ്റ്റ് സൈഡിന് ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് രണ്ട് കൈകൾ കൊണ്ടും കാലിൻ്റെ പത്തിയിൽ പിടിക്കുന്നു. ശ്വാസം എടുത്ത് ഇതുപോലെ കാലൊന്ന് സ്ട്രെച്ച് ചെയ്യുക. എന്നിട്ട് നമ്മുടെ നെഞ്ച് മുന്നിലേക്ക് പുഷ് കൊടുക്കുക, നടുവ് നിവർത്തുക. ഓക്കെ. ഒരിക്കലും നിങ്ങൾ ഈ ഒരു പോസ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഇരിക്കരുത്, തെറ്റാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ചെസ്റ്റ് പുഷ് ചെയ്യുക, നടുവ് നിവർത്തുക, നട്ടല് നിവർത്തി സ്റ്റേ ചെയ്യുക. 1 സാധാരണ ശ്വാസോച്ഛ്വാസം. 2 3 4 5 6 7 8 9 and 10. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് കാല് സാവധാനം താഴേക്ക്, കാല് നീട്ടി വയ്ക്കുക. കൈകൾ പുറകിൽ ഇതുപോലെ വെച്ച് കാൽപ്പത്തികൾ ഇരുവശങ്ങളിലേക്ക് ഇതുപോലെ ഒന്ന് ചരിച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. നമ്മൾ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാൻ പോവാണ്. കാലുകൾ ഇതുപോലെ നീട്ടി വെച്ചിരിക്കുന്നു. വലത് കാല് മടക്കുന്നു. വലത് കാലിൻ്റെ ഹീലും ഇടത് കാലിൻ്റെ മുട്ടും ഒരേ ലൈൻ വരണം. ആ ഒരു ഡിസ്റ്റൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ആ ഒരു ഡിസ്റ്റൻസ് കാലിൻ്റെ ഹീലിനും മുട്ടിനിടയിൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും കാലിങ്ങനെ കൊണ്ട് വെക്കരുത്. ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തി നടുവ് നിവർത്തി ശ്വാസം വിട്ട് മുന്നിലേക്ക് ബെൻഡ് ചെയ്യുക. നമ്മളെ കൊണ്ട് എന്തും മാത്രം പറ്റും അത്രയും ബെൻഡ് ചെയ്യുക. നോട്ടം കാലിൻ്റെ വിരലുകളിലേക്ക് സ്റ്റേ ചെയ്യുക. 1 2 3 4 5 6 7 8 9 and 10. Inhale. കൈകൾ ഉയർത്തുന്നു. എക്സ്ഹേൽ. കൈകൾ നേരെ പുറകിലേക്ക് കൊണ്ടുവരിക. കാലിൻ്റെ പത്തി, ഇടത് കാലിൻ്റെ പത്തി ഒന്ന് കൂർപ്പിച്ച് പിടിക്കുക. ശ്വാസം എടുത്ത് നെഞ്ച് മുന്നിലേക്ക് പുഷ് ചെയ്യുക. ശ്വാസം വിട്ട് ഇതുപോലെ ഒന്ന് ഉയർന്ന് കാലിൻ്റെ വിരലുകൾ തറയിൽ മുട്ടിക്കുന്നു. നോട്ടം മുകളിലേക്ക്. സാധാരണ ശ്വാസോച്ഛ്വാസം. 1 2 3 4 5 6 7 8 9 and 10. Inhale, then exhale. പതിയെ സാവധാനം താഴേക്ക് ഇരിക്കുക. എന്നിട്ട് കൈകൾ നേരെ മുട്ടിനുള്ളിലേക്ക്. അപ്പോൾ ശ്വാസം എടുത്ത് കൈകൾ ഇതുപോലെ ഒന്ന് ഉയർത്തിയിട്ട് ശ്വാസം വിട്ട് ഇതുപോലെ കൈ ഉള്ളിലോട്ട് കൊണ്ടുവരുന്നത് നല്ലതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ കൊണ്ടുവരികയും ചെയ്യാം. ഓക്കെ. ഇതുപോലെ കാൽപ്പത്തിൽ നടുക്ക് പിടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കാല് ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. നെഞ്ച് മുന്നിലേക്ക് ഒന്ന് പുഷ് ചെയ്യുക. സാധാരണ ശ്വാസം നടുവ് നിവർന്നിരിക്കാൻ ശ്രദ്ധിക്കണം. 1 2 3 4 5 6 7 8 9 and 10. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് പതിയൊന്ന് മടക്കി വയ്ക്കുന്നു. മടക്കി താഴേക്ക് വയ്ക്കുക. കാലൊന്ന് നീട്ടുക. കൈകൾ പുറകിൽ കുത്തുന്നു. ഒന്ന് റിലാക്സ് ചെയ്യുക, ഒന്ന് റെസ്റ്റ് ചെയ്യുക. കാലുകളൊന്ന് ഇവിടെ ചരിച്ചിട്ട് ഒന്ന് റിലാക്സ് ചെയ്യുക. ഇനി നമ്മുടെ 4 ഹാൻഡ് പൊസിഷനിലേക്ക് വരിക, അല്ലെങ്കിൽ ടേബിൾ ടോപ്പ് പൊസിഷനിലേക്ക് വരുന്നു. ഓക്കെ.
ശ്വാസം എടുത്തുകൊണ്ട് തല ഉയർത്തി നടുവ് താഴ്ത്തി. എന്നിട്ട് മുകളിലേക്ക് ശ്വാസം വിട്ട് തല താഴ്ത്തുന്നു. നടുവ് നല്ലപോലെ ഉയർത്തുക. താടി നെഞ്ചിലേക്കൊന്ന് ടച്ച് ചെയ്യുക. ശ്വാസം എടുത്ത് തല ഉയർത്തി നടുവ് താഴ്ത്തി. ശ്വാസം വിട്ട് ചിന്ന് ചെസ്റ്റിലേക്ക് ടച്ച് ചെയ്യുന്നു. ദെൻ ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ഒന്നുകൂടി ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ശ്വാസം എടുത്ത് കാലിൻ്റെ വിരലുകളൊന്ന് തറയിൽ ടച്ച് ചെയ്യുന്നു. ശ്വാസം വിട്ട് രണ്ട് മുട്ടുകാലം ഒന്ന് ഉയർത്തി കാലിൻ്റെ വിരലുകളിലേക്ക് നോക്കുക. തല അപ്പർ ആംസിനുള്ളിലായിരിക്കണം. സാധാരണ ശ്വാസോച്ഛ്വാസം 1 2 3 4 5 6 7 8 9 and 10. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് രണ്ട് കാലിൻ്റെ മുട്ടും തറയിൽ പതിക്കുന്നു. ഇനി നിങ്ങളുടെ എൽബോസ് ഒന്ന് തറയിൽ പതിക്കുക. ശ്വാസം എടുത്ത് തല ഉയർത്തി നടുവ് താഴ്ത്തി. ശ്വാസം വിട്ട് തല താഴ്ത്തുന്നു. നടുവ് ഉയർത്തുന്നു. 1. വീണ്ടും ശ്വാസം എടുത്ത് തല ഉയർത്തി നടുവ് താഴ്ത്തി. ശ്വാസം വിട്ട് നടുവ് ഉയർത്തുക. തല താഴ്ത്തുക. 2. വീണ്ടും ശ്വാസം എടുത്ത് തല ഉയർത്തി നടുവ് താഴ്ത്തി. ശ്വാസം വിട്ട് തല താഴ്ത്തുന്നു. നടുവ് നല്ലപോലെ ഉയർത്തുന്നു. ശ്വാസം എടുത്ത് തല ഉയർത്തി നടുവ് താഴ്ത്തി. ശ്വാസം വിട്ട് നമ്മുടെ രണ്ട് കാലിൻ്റെ മുട്ടൊന്ന് ഉയർത്തിയിട്ട് നമ്മുടെ ഹീൽസ് തറയിലേക്ക് വയ്ക്കുന്നു. നൂട്ടം കാലിൻ്റെ വിരലുകളിലേക്ക് സ്റ്റേ ചെയ്യുക. 1 2 3 4 5 6 7 8 9 and 10. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് രണ്ട് കാലിൻ്റെ മുട്ടും തറയിൽ പതിക്കുന്നു. കാലിൻ്റെ പത്തിയൊന്ന് ഫ്ലാറ്റാക്കി വയ്ക്കുക. പുറകിലേക്ക് ഇതുപോലെ ഒന്ന് ഇരിക്കുക. കൈകൾ ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. നെറ്റ് തറയിലേക്ക് കൊണ്ടുവരിക. സാധാരണ ശ്വാസോച്ഛ്വാസം. ഇനി പതിയെ ഒന്ന് കിടക്കുക. ഓക്കെ, കമിഴ്ന്ന് കിടക്കുക. കമിഴ്ന്ന് നമ്മൾ കിടക്കുകയാണ്. ഈ കമിഴ്ന്ന് കിടക്കുമ്പോഴത്തേക്ക് കൈപ്പത്തികൾ രണ്ടും നമ്മുടെ ചിന്നിന് താഴേക്ക് കൊണ്ടുവരുന്നത്. അതായത് എൻ്റെ ഇടത് കൈപ്പത്തി ഇതുപോലെ വയ്ക്കുന്നുണ്ട്, വലത് കൈപ്പത്തി അതിന് മുകളിൽ വെച്ചിട്ട് രണ്ട് കാലിൻ്റെ വിരലുകളും പുറത്തേക്ക് ഇതുപോലെ ഫേസ് ചെയ്ത് വരത്തക്ക വിധം നമ്മൾ നമ്മുടെ ആ ഉൾവശത്തെ ആംഗിളിൻ്റെ ആ സൈഡ് തറയിൽ മുട്ടിച്ചതുപോലെ കിടക്കും. സാധാരണ ശ്വാസോച്ഛ്വാസം. ഇത് ഒരു റിലാക്സിങ് പൊസിഷനാണ്. മകരാസനം എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ കാൽപ്പത്തികൾ ഫ്ലാറ്റായിട്ട് വയ്ക്കുക. അതായത് നിങ്ങളുടെ ഹിപ്പ് ജോയിൻറ്റ് ടു ടോസ് ഒറ്റ ലൈനായിരിക്കണം. ഓക്കെ, അതായത് ചെറിയൊരു ഗ്യാപ്പ് കാൽപ്പത്തികളുടെ ഇടയിൽ ഉണ്ടായിരിക്കണം. ഒരിക്കലും നിങ്ങൾ കാൽപ്പത്തികൾ കൂട്ടിച്ചേർത്ത് വയ്ക്കരുത്. ഇനി കൈകൾ നമ്മൾ ചെസ്റ്റിൻ്റെ ഇരുവശങ്ങളിലും വയ്ക്കുന്നു. ശ്വാസം എടുത്ത് തല ഉയർത്തി ചെസ്റ്റ് ഉയർത്തി. നിങ്ങളെക്കൊണ്ട് ഇത്രയും പറ്റുള്ള ഇത്രയും ചെയ്താൽ മതി. അതല്ല, നിങ്ങൾക്ക് കൈയൊന്ന് പ്രസ് ചെയ്ത് ഒരല്പം കൂടി ഉയർത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഉയർത്തുക. എന്നിട്ട് നേരെ മുകളിലേക്ക്. ഓക്കെ, സാധാരണ ശ്വാസോച്ഛ്വാസം 1 2 3 4
5. ഷോൾഡർ ഒരിക്കലും ഇങ്ങനെ പിടിക്കരുത് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഷോൾഡർ ഇങ്ങനെ പിടിക്കാറുണ്ട്, തെറ്റാണത്. ഇതുപോലെ ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ട് തൊട്ട് നേരെ മുകളിൽ. ഓക്കെ, അപ്പോൾ ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് റിലാക്സ് ചെയ്യാം. ചിലപ്പോൾ ഒരു ചോദ്യം ഇപ്പം നിങ്ങളുടെ ഉള്ളിൽ വന്നേക്കാം. സാധാരണ കോബ്ര പോസ്റ്റർ അല്ലെങ്കിൽ ഭുജംഗാസനം എന്ന് പറയുന്നത് നമ്മുടെ നെയ്വൽ, അതായത് നമ്മുടെ പൊക്കിളിൻ്റെ ആവശ്യം തറയിൽ ടച്ച് ചെയ്തിട്ട് വേണം ബാലൻസ്. ഇത്രയും ഉയർന്നാൽ മതിയല്ലോ, എന്തിനാണ് ഇത്രയും അങ്ങോട്ട് പൊങ്ങിയത്? ഓക്കെ, ഇതിൻ്റെ പേര് കോബ്ര പോസ്റ്റർ അല്ലേ. കോബ്ര നിൽക്കുന്നത് എങ്ങനെയാണ്? അതായത് നല്ലപോലെ പ്രസ് ചെയ്ത് ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. ചില യോഗാ സമ്പ്രദായങ്ങളിൽ ഈ പറയുന്ന പോലെ പൊക്കിൾ, അത് മീൻസ് നെയ്വൽ തറയിൽ പ്രസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം മാത്രമാണ് ഉയർത്തിപ്പിടിച്ച് സാധാരണ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്. പക്ഷേ കൂടുതലും മറ്റ് യോഗാ സമ്പ്രദായങ്ങൾ അവർ നല്ലപോലെ പ്രസ് ചെയ്ത് ഉയരാനാണ് പറയുന്നത്. എന്നാൽ ആ ഒരു വഴക്കം നമ്മളുടെ ബാക്ക് ബോണിനും ലോവർ ബാക്കിനൊക്കെ കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ ആ ഒരു സ്ട്രെച്ചിങ് വരണമെങ്കിലും അത്രയും അങ്ങോട്ട് ഹൈറ്റിൽ ഉയരാനാണ് പറയുന്നത്. ഓക്കെ, അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് ഇതുപോലെ ഒന്ന് ഉയരുന്നതാണ്. അപ്പം അതുപോലെ ചെയ്യുക, കാൽപ്പത്തികൾ ചേർത്ത് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ 5 തവണ ശ്വാസോച്ഛ്വാസം കഴിഞ്ഞു. നമ്മൾ വീണ്ടും ഇതുപോലെ മകരാസനത്തിലേക്ക് വരുന്നു. ഞാനിപ്പോൾ താടി വെച്ചതേ ഉള്ളൂ. ചില രീതിയിൽ നെറ്റി ഇങ്ങനെ തറയിൽ വെച്ചിട്ട് ഇങ്ങനെയും കിടക്കാറുണ്ട് കേട്ടോ. രണ്ടും കറക്റ്റാണ്. ഇനി നമ്മൾ കാലുകൾ ഇതുപോലെ ഫ്ലാറ്റായിട്ട് വെച്ചിട്ട് കൈകൾ ഇരുവശങ്ങളിൽ ഇതുപോലെ വയ്ക്കുന്നു ശരീരത്തിൻ്റെ. എന്നിട്ട് ആ വിരലുകളൊന്ന് മുഷ്ടി ചുരുട്ടി പിടിക്കുക. ഒന്നെങ്കിൽ താടി തറയിൽ മുട്ടിച്ച് വയ്ക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ നെറ്റി തറയിൽ മുട്ടിച്ച് വയ്ക്കുക. എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് നിങ്ങളുടെ ഇടത് കാല് അല്ലെങ്കിൽ വലത് കാല് മുകളിലേക്ക് ഉയർത്തുക. ഞാനിപ്പോൾ ഇവിടെ വലത് കാലാണ് ഇതുപോലെ ഉയർത്തുന്നത്. 1. ശ്വാസം വിട്ട് സാവധാനം താഴേക്ക്. ദെൻ അടുത്ത കാല് ഉയർത്തുന്നു. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 2. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 3. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 4. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 5. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 6. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 7. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 8. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 9. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് 10. റിലാക്സ് ചെയ്യുക. ഓക്കെ, നമ്മൾ വീണ്ടും നമ്മുടെ മകരാസനത്തിലേക്ക് വരുന്നു. ഒന്ന് റെസ്റ്റ് ചെയ്യുന്നു. ഇനി നിങ്ങൾ വലതുവശത്തേക്ക് ഇതുപോലെ ഒന്ന് ചരിഞ്ഞ് കിടക്കുക. ഓക്കെ, നിങ്ങളുടെ വലതുവശത്തേക്ക് ഇതുപോലെ ഒന്ന് ചരിഞ്ഞ് കിടക്കുക. ഈ ചരിഞ്ഞ് കിടക്കുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ബോഡി ഒരു ലൈനിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതായത് ഇപ്പം എൻ്റെ ഈ ഒരു എൽബോ ഇവിടെ ഇങ്ങോട്ട് മാറിയിരിക്കുന്നത്, ഇച്ചിരി പുറകിലേക്ക് ഇതുപോലെ ഇങ്ങനെ എടുത്ത് വയ്ക്കുമ്പോഴത്തേക്കും എൻ്റെ ബോഡി ഇപ്പോൾ ഒറ്റ ലൈനാവും. ഇനി ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു എൽബോ ഇങ്ങോട്ട് ഇച്ചിരി നീക്കി വയ്ക്കുക. ഇനി ഇതും ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ കൈ ഇങ്ങനെ വയ്ക്കുക. ഇനി ഇതും പ്രശ്നമുള്ളവർക്ക് ഈ കൈ നീട്ടി വയ്ക്കുക. ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പോഴേ ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് എൻ്റെ ഇടത് കാല് ഇതുപോലെ ഒന്ന് മടക്കുന്നു. ഇടത് കൈ മുന്നിലൂടെ കൊണ്ടുവരണം. നമ്മളെപ്പോഴും ചെയ്യുന്നൊരു മിസ്റ്റേക്ക്, ഈ കൈ നേരെ പുറകിലൂടെ കൊണ്ടുപോയിട്ട് ഈ മുട്ട് ഇങ്ങനെ ഉള്ളിലോട്ടാക്കും. അടി തള്ളവരലോ അല്ലെങ്കിൽ കാലിലോ പിടിച്ചിട്ട് നിവർത്താൻ നോക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേസമയത്ത് ഈ കൈ മുന്നിലൂടെ കൊണ്ടുപോയിട്ട് തള്ളവരലെ പിടിക്കുന്നു. ശ്വാസം എടുത്ത് സ്ട്രെച്ച് ചെയ്യും. ഓക്കെ, നല്ലപോലെ നിവർത്തി പിടിക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസം 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. ഓക്കെ, ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് റിലാക്സ് ചെയ്യുക. ഓക്കെ, സാവധാനം കാല് താഴേക്ക് വയ്ക്കുന്നു, റെസ്റ്റ് ചെയ്യുന്നു. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ. ഇത് ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ബാലൻസിങ് പ്രോബ്ലം ഉണ്ടാവും. ഇതുപോലെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓപ്പോസിറ്റ് കാല് ഇതുപോലെ ഒന്ന് മടക്കി വയ്ക്കുക. എന്നിട്ട് വേണം ഇതുപോലെ ഒന്ന് ഉയർത്താനായിട്ട്. അപ്പോൾ ഇച്ചിരി കൂടെ ബാലൻസ് കിട്ടും. ഓക്കെ, നമുക്ക് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെയ്യാം. ഓക്കെ,
നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് അതുപോലെ തന്നെ കിടക്കുന്നു. ഒരു ലൈനിലേക്ക് ബോഡി കൊണ്ടുവരുന്നു. എന്നിട്ട് കാലുപോലെ മടക്കുക, തള്ളവല്ലി പിടിക്കുന്നു, ശ്വാസം എടുത്ത് സ്ട്രെച്ച് ചെയ്യുക. സാധാരണ ശ്വാസോച്ഛ്വാസം. 1 2 3 4 5 6 7 8 9 and 10. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് സാവധാനം കാല് താഴേക്ക് റിലാക്സ് ചെയ്യുക. മീൻസ് മലർന്ന് കിടന്ന് റിലാക്സ് ചെയ്യുക. ഇതുപോലെ മലർന്ന് കിടക്കുന്നു, റെസ്റ്റ് ചെയ്യുന്നു. ഇനി നമ്മുടെ വലത് കാല് ഒന്ന് മടക്കിയെടുക്കുക. വലത് കൈ മുട്ടിനുള്ളിലൂടെ കൊണ്ടുവരിക. മുട്ടിന് പുറത്തു കൂടെ അല്ല, മുട്ടിനുള്ളിലൂടെ കൊണ്ടുപോകട്ടെ. നമ്മുടെ ചൂണ്ടുവരൽ, നടുവരൽ, തള്ളവരൽ കൊണ്ട് ഇതുപോലെ കാലിൻ്റെ തള്ളവരൽ പിടിക്കുന്നു. ശ്വാസം എടുത്ത് കാല് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം ഇത്രയും പറ്റിയില്ല, ഇത്രയും പറ്റുള്ളെങ്കിൽ അത്രയും മതി, അത്രയും പുഷ് ചെയ്യേണ്ട. ഓപ്പോസിറ്റ് കാല് നിവർത്തി വയ്ക്കണം. ഓപ്പോസിറ്റ് കാലിൻ്റെ പത്തി ഒന്ന് കൂർപ്പിച്ച് പിടിക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസം. 1. നമ്മുടെ കൈ തുടയിൽ വെക്കുന്നതാണ് നല്ലത്. 2 3 4 5 6 7 8 9 and 10. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് സാവധാനം കാല് നീട്ടി വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെയ്യണേ. ഇടത് കാലൊന്ന് മടക്കിയെടുക്കുക. ഇടത് കൈ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു. തള്ളവല്ല്, ചൂണ്ടുവല്ല്, നടുവല്ല് കൊണ്ട് ഇതുപോലെ കാലിൻ്റെ തള്ളവല്ല് പിടിക്കുന്നു. ശ്വാസം എടുത്ത് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. സാധാരണ ശ്വാസോച്ഛ്വാസം. 1 2 3 4 5 6 7 8 9 and 10. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് കാല് മടക്കുന്നു. കാല് നീട്ടി വയ്ക്കുക. റിലാക്സ് ചെയ്യുക, റെസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് ഒരു ഷോൾഡർ സ്റ്റാൻഡിങ് ചെയ്യുന്നുണ്ട്. സർവാംഗാസനം എന്ന് പറയും. ഓൾറെഡി നിങ്ങൾക്കറിയാവുന്നതായിരിക്കാം. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഒരു പക്ഷെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചെയ്യണ്ട. കാര്യം നിങ്ങൾ കുറച്ച് നാൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ കോർ മസിൽസിനൊക്കെ ഒരു സ്ട്രെങ്ത് വന്നു കഴിയുമ്പോൾ ചെയ്താൽ മതി. ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ അത് ആഡ് ചെയ്യുന്നു. കാര്യം ഒത്തിരി പേര് ഇപ്പോൾ ചെയ്യുന്നവരുണ്ട്, യോഗ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഈ സിമ്പിളായിട്ടുള്ള ആസനാസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് ഒരു ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് 1-2 ആസനാസ് അല്പം അഡ്വാൻസ്ഡിലോട്ട് വിടുകയാണ്. ഷോൾഡർ സ്റ്റാൻഡിങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കണ്ണിനൊക്കെ എന്തെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുന്നവർ ചെയ്യരുത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഹൈ BP ഒക്കെ ഉള്ളവർ ഇത് ചെയ്യരുത്. നമ്മൾ ഇതുപോലെ കിടക്കുകയാണ്. കൈകൾ ഇരുവശങ്ങൾ ഇതുപോലെ വയ്ക്കുന്നു. പതിയെ കാല് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. 2 രീതിയിൽ ചെയ്യാം. ഇപ്പം ഞാനിത് ഏറ്റവും ബേസായിട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഞാനിതിനെ കാലിനെ മടക്കി വെച്ചിട്ട് കൈ ഇതുപോലെ ഇരുവശങ്ങളിലും വെച്ച് ഇതുപോലെ ഉയർത്താൻ പറയുന്നത്. നമ്മളല്ലാതെ ചെയ്യുന്നത് നമ്മുടെ വയറിൻ്റെ മസിൽസിന് സ്ട്രെങ്ത് കൊടുത്തുകൊണ്ട് കാല് ഇതുപോലെ ഉയർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് പതിയെ പൊങ്ങുന്നത്. ഇപ്പം ഞാനിപ്പോൾ 2 കാലൊന്ന് മടക്കി വെച്ച് കൈകൾ ഇരുവശങ്ങളിലും വയ്ക്കുന്നു. എന്നിട്ട് കാല് നേരെ ഇവിടുന്ന് ഇങ്ങനെ പൊക്കി. ഇനി ശ്വാസം എടുത്ത് ഇതുപോലെ ഉയർത്തിയിട്ട് കൈ ഒന്ന് പ്രസ് ചെയ്ത് ശ്വാസം വിട്ട് ഇതുപോലെ ഉയർത്തിയെടുത്തു. സാധാരണ ശ്വാസോച്ഛ്വാസം. 1 2 3 4 5 6 7 8 9 and 10. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം കാല് താഴെ വയ്ക്കുന്നു. റിലാക്സ് ചെയ്യുന്നു, റെസ്റ്റ് ചെയ്യുക. ഓക്കെ, ചെറിയൊരു അബദ്ധം സംഭവിച്ച്
മൈക്ക് താടിയുടെ നെഞ്ചിന് ഇടയിൽ വന്നുപോയി. സാധാരണ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് താടി നമ്മുടെ നെഞ്ചിലേക്ക് വന്ന് ടച്ച് ചെയ്യണം. നമ്മൾ ആ ഒരു പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ ഇടയ്ക്ക് ഈ മൈക്ക് വന്നിരുന്നതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. എനിവേ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്യുക. ഇനി ഇതിൻ്റെ കൗണ്ടർ ബെൻഡിങ്. ഇപ്പോൾ നമ്മുടെ പെഡൽ ഇങ്ങനെ ഇരുന്ന് നിർദ്ദേശിച്ചത്, കഴുത്ത് ഇങ്ങനെ നിർദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ബെൻഡിങ് ചെയ്യണം. അതിനായിട്ട് കൈപ്പത്തികൾ നമ്മുടെ ബട്ടക്സിന് താഴേക്ക് കൊണ്ടുവരിക. കാല് നീട്ടി വയ്ക്കുന്നു. നമ്മുടെ എൽബോസ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് തല ഉയർത്തി ഒന്ന് കാലിൻ്റെ വിരലുകളിലേക്ക് നോക്കുന്നു. ഓക്കെ, കാലിൻ്റെ വിരലുകൾ ഇപ്പോൾ ഫ്ലെക്സ് ചെയ്ത് പിടിക്കുന്നത്. ശ്വാസം വിട്ടുകൊണ്ട് കാലിൻ്റെ പത്തി ഒന്ന് കൂടിപ്പിച്ച് ചെസ്റ്റ് ഒന്ന് മുന്നിലേക്ക് പുഷ് ചെയ്തിട്ട് തലയുടെ ടോപ്പ് ഇതുപോലെ ഉണ്ട് തറയിൽ മുട്ടിക്കുന്നു. സാധാരണ ശ്വാസം 1 2 3 4 5 6 7 8 9 and 10. ശ്വാസം എടുത്ത് തല ഉയർത്തി കാലിൻ്റെ പത്തി ഫ്ലെക്സ് ചെയ്ത് ശ്വാസം വിട്ട് സാവധാനം താഴേക്ക് കിടക്കുക. കൈകളൊന്ന് റിലീസ് ചെയ്യുക, റെസ്റ്റ് ചെയ്യുക. ഓക്കെ, റിലാക്സ് ചെയ്യുക. ഇനി നമുക്ക് സിമ്പിൾ ട്വിസ്റ്റിംഗ് ഒരെണ്ണം ചെയ്യാം. ഇതുപോലെ കാല് രണ്ടും മടക്കി വയ്ക്കുന്നു. കൈകൾ ഇരുവശങ്ങളിലേക്ക് സ്ട്രെച്ച് ഔട്ട് ചെയ്ത് വയ്ക്കുക. ഷോൾഡർ ടു പാം ഒറ്റ ലൈനായിരിക്കണേ. എന്നിട്ട് വളരെ സാവധാനം ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് രണ്ട് കാലിന് മുട്ടും ഇടതുവശത്തേക്ക് കൊണ്ടുവരിക. നോട്ട് നേരെ വലത് കിടവിരലിലേക്ക്. ശ്വാസം എടുത്ത് നേരെ വരുന്നു. ശ്വാസം വിട്ട് കാലിൻ്റെ മുട്ടുകൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. നോട്ട് നേരെ ഇടത് കിടവിരലിലേക്ക്. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് റൈറ്റ് സൈഡിലേക്ക് നോക്കുന്നു. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ലെഫ്റ്റ് കടവിരലിലേക്ക് നോക്കുക. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ഓപ്പോസിറ്റ്. 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 ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് കാലുകൾ നീട്ടിവെക്കുന്നു. റിലാക്സ് ചെയ്യുക. ഒന്ന് റെസ്റ്റ് ചെയ്യുക. ഇനി നമ്മൾ ഒരു ബാക്ക്വേർഡ് ബെൻഡ് ഒരു ഫോർവേഡ് ബെൻഡ് കൂടെ ആഡ് ചെയ്യണം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ആസന ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. രണ്ട് കാലും മടക്കുന്നു. ഹീൽസ് ബട്ടക്സിന് പുറകിലായിട്ട് വയ്ക്കുന്നു. കൈകൾ തറയിൽ പതിക്കുന്നു. ശ്വാസം എടുത്ത് ഹിപ്പ് ഉയർത്തുക. കിടത്തള്ളവരിൽ ഇതുപോലെ തള്ളവരിലും കൈപ്പത്തിയുടെ പകുതിയും നടുവിന് താഴേക്ക് കൊണ്ടുവരിക. നമ്മുടെ താടി നെഞ്ചിലേക്ക് ടച്ച് ചെയ്യും. സാധാരണ ശ്വാസത്തിലിരിക്കണം. 1 2 3 4 5 6 7 8 9 and 10. കൈകളൊന്ന് റിമൂവ് ചെയ്യുന്നു. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴേക്ക് ഹിപ്പ് വയ്ക്കുന്നു. ബട്ടക്സ് വയ്ക്കുന്നു. ഇതുപോലെ രണ്ട് കാലുകളൊന്ന് ഹഗ് ചെയ്യുന്നു. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് നെഞ്ചിലേക്ക് വലിച്ചടിപ്പിക്കുക. കാലിൻ്റെ പത്തി ഒന്ന് പോയിന്റ് ചെയ്ത് പിടിക്കുക. സാധാരണ ശ്വാസം 1 2 3 4 5 6 7 8 9 and 10. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് കാലുകൾ നീട്ടിവെക്കുക. കൈകൾ ഇരുവശങ്ങളിലും വയ്ക്കുന്നു. കൽപ്പത്തി ഒരല്പം ചരിച്ചിടുക. നമ്മൾ ശവാസനം ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെറിയൊരു മെഡിറ്റേഷൻ കൂടെ തരുന്നുണ്ട്. കറക്റ്റ് പറഞ്ഞാൽ നമ്മളിപ്പോൾ ശവാസനം അല്ല യഥാർത്ഥത്തിൽ ചെറിയൊരു സിമ്പിൾ മെഡിറ്റേഷനാണ് ചെയ്യാൻ പോകുന്നത്. അത് വളരെ ഷോർട്ടാക്കിയാണ് ഞാൻ ചെയ്യിക്കുന്നത്. നിങ്ങൾക്കത് സ്വയമേ ടൈം എടുത്ത് ചെയ്യാം. ഓക്കെ, ഒത്തിരി പരീക്ഷകളൊക്കെ എഴുതുന്ന ആളുകൾ ഈ വീഡിയോസ് കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ അവർക്ക് മെമ്മറി പവറിനായിട്ട് ചെറിയൊരു സിമ്പിളായിട്ടൊരു ടെക്നിക്ക് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാവുന്നതായിരിക്കും.
അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഇതുപോലെ കാലുകൾ രണ്ടടി അകറ്റി വയ്ക്കുക, കൈകൾ ഇരുവശങ്ങളിലും വായടച്ച് കണ്ണുകളടച്ച് കിടക്കുക. നമ്മുടെ കോൺസെൻട്രേഷൻ രണ്ട് കാലുകളിലേക്കും കൊണ്ടുവരിക. രണ്ട് കാലുകളും പൂർണ്ണമായും വിശ്രമിക്കുകയാണെന്ന് മനസ്സിൽ കരുതുക. നമ്മുടെ ഹിപ്പ് ജോയിൻസ്, ബട്ടക്സ്, ലോവർ ബാക്ക്, സ്റ്റൊമക് മസിൽ, നമ്മുടെ നെഞ്ചിലെയും അപ്പർ ബാക്കിലെയും എല്ലാ മസിൽസും പൂർണ്ണമായും വിശ്രമാവസ്ഥയിലാണെന്ന് മനസ്സിൽ കരുതുക. രണ്ട് കൈകളും പൂർണ്ണമായും വിശ്രമിക്കുകയാണെന്ന് കരുതുക. നമ്മുടെ കഴുത്തിലെയും തലയിലെയും മുഖത്തെയും എല്ലാ മസിൽസും പൂർണ്ണമായും റിലാക്സ് ചെയ്യണമെന്ന് മനസ്സിൽ കരുതുക. ശരീരവും മനസ്സും പൂർണ്ണമായും വിശ്രമാവസ്ഥയിലാണ്. സാവധാനം നിങ്ങളുടെ കോൺസെൻട്രേഷൻ അടഞ്ഞിരിക്കുന്ന കണ്ണിന് മുന്നിലേക്ക് കൊണ്ടുവരിക. നമ്മൾ അടഞ്ഞിരിക്കുന്ന കണ്ണിന് മുന്നിലേക്ക് നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കൊരു കറുത്ത പ്രതലം കാണാൻ പറ്റും, അല്ല, ഒരു ഇരുണ്ട പ്രതലം നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി എപ്പോഴെങ്കിലും കണ്ടിട്ടുള്ള ഒരു സൺസെറ്റ് ഒന്ന് ഓർത്തെടുക്കുക. ആ സൺസെറ്റ് അടഞ്ഞിരിക്കുന്ന കണ്ണിന് മുന്നിലേക്ക് കൊണ്ടുവരിക. ആ ഓർത്തെടുത്ത സൺസെറ്റ് കണ്ണിന് മുന്നിലായിട്ട് കാണുവാനായിട്ട് ശ്രമിക്കുക. നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. ഒന്ന് ഓർത്തെടുക്കുകയാണ്, റീകളക്ട് ചെയ്യാണ്. അത് വളരെ ഈസിയാണ്. നമുക്ക് സൂര്യ അസ്തമയം കണ്ടിട്ടുള്ളവർക്ക് അത് ഈസിയായിട്ട് റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫേവറേറ്റ് സ്ഥലം, ഇതൊക്കെ നമുക്ക് ഈസിയായിട്ട് റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റും. ബട്ട് അത് റീവിഷ്വലൈസ് ചെയ്യുന്നത് ഒരല്പം ചലഞ്ചിങ് ആണ്. കണ്ണിന് മുന്നിലായി കാണുവാൻ ശ്രമിക്കുന്നത്, അടഞ്ഞിരിക്കുന്ന കണ്ണിന് മുന്നിലായി കാണുവാൻ ശ്രമിക്കുന്നത് ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അതൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു സൺസെറ്റ് അടഞ്ഞിരിക്കുന്ന കണ്ണിന് മുന്നിൽ കാണുവാനായിട്ട് ശ്രമിക്കുക. പതിയെ നമ്മുടെ തല മുതൽ കാൽപാദം വരെയുള്ള ഭാഗങ്ങൾ ഒന്നറിയുക. ശരീരത്തിൻ്റെ നിശ്ചലമായ ആ ഒരവസ്ഥ ഒന്ന് മനസ്സിലാക്കുക. പതിയെ വളരെ സാവധാനം തല വലതുവശത്തേക്കൊന്ന് തിരിക്കുന്നു. തല നേരെ മധ്യഭാഗത്തേക്ക് കൊണ്ടുവരിക. ദെൻ ഇടതുവശത്തേക്കൊന്ന് തിരിക്കുക.
തല മധ്യഭാഗത്തേക്ക് കൊണ്ടുവരിക. കൈവിരലുകളൊന്ന് സ്ട്രെച്ച് ചെയ്യുക, ഒന്ന് ക്ലഞ്ച് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു. ഓക്കെ. ദെൻ കൈയുടെ മുട്ടുകളൊന്ന് മടക്കി ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്യുന്നു. ഇനി കാലുകൾ പതിയെ ഒന്ന് കൂട്ടിച്ചേർക്കുന്നു. ഓരോ കാല് വീതം മടക്കുക. വലത് കൈപ്പത്തി തലയുടെ താഴേക്ക് കൊണ്ടുവരിക. വലത് വശത്തേക്ക് ഒന്ന് ചരിഞ്ഞ് കിടക്കുക. ഇടത് കൈപ്പത്തി നെഞ്ചിന് മുന്നിലായി താഴെ പതിക്കുന്നു. ഇടത് കൈ കുത്തി എഴുന്നേറ്റ് ഇഷ്ടമുള്ള സിറ്റിംഗ് പൊസിഷനിലേക്ക് വരിക. ഇഷ്ടമുള്ള സിറ്റിംഗ് പൊസിഷനിലേക്ക് വരിക. കണ്ണുകൾ അടഞ്ഞാനിരിക്കണേ. കൈപ്പത്തി നെഞ്ചിന് മധ്യത്തിലായിട്ട് വയ്ക്കുന്നു. കൈകൂപ്പി തൊഴുത് കണ്ണുകൾ അടച്ച് മനസ്സിൽ നമ്മുടെ ഇഷ്ടദൈവത്തിൻ്റെ ആ ഒരു ഫേസ് ഒന്ന് കാണുവാനായിട്ട് ശ്രമിക്കുക. പതിയെ കൈകൾ ഒന്ന് റബ്ബ് ചെയ്യുക. ആ ചൂട് അടഞ്ഞിരിക്കുന്ന കണ്ണ് മുകളിലായിട്ട് കൊടുക്കുക. ഒന്നുകൂടി കൈകളൊന്ന് റബ്ബ് ചെയ്യുക. ആ കൈകൾ അടഞ്ഞിരിക്കുന്ന കണ്ണ് മുകളിലേക്ക് കൊണ്ടുവരിക. ഒന്നുകൂടി കൈകൾ ഒന്ന് റബ്ബ് ചെയ്യുക. നല്ലപോലെ കൈവെള്ള ചൂടാക്കണേ. ആ ചൂട് കണ്ണ് മുകളിലേക്ക് കൊണ്ടുവരുന്നു. പതിയെ കണ്ണുകൾ കൈവെള്ളയിലേക്കൊന്ന് ഓപ്പൺ ചെയ്യുക. മുഖത്തൊന്ന് സ്പ്രെഡ് ചെയ്യും. കൈവെള്ളയിലേക്ക് ഒന്ന് നോക്കുക. താങ്ക് യു. അപ്പം എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു.